أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم. ഈ ആയത്തിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്: തങ്ങളുടെ ധനം ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉപമ 7 കതിരുകൾ മുളപ്പിക്കുകയും ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ധാന്യ വിത്തിൻ്റെ അവസ്ഥയ്ക്ക് സമാനമാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിലും വർദ്ധിപ്പിച്ചു നൽകുന്നു. അള്ളാഹു വിശാലതയുള്ളവനും സർവജ്ഞനുമാകുന്നു. നവംബർ 1 മുതലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൻ്റെ തഹ്രീഖ് ജദീദ് പുതു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തഹ്രീഖ് ജദീദിൻ്റെ പുതുവർഷ വിളംബരം നടത്തപ്പെടാറുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ജമാഅത്തുകൾ കാഴ്ചവെച്ച സാമ്പത്തിക ത്യാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ സാമ്പത്തിക ത്യാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ വിവരിക്കാറുണ്ട്. ഈ വിവരണങ്ങൾക്ക് മുമ്പ് ത്യാഗങ്ങളുടെ പ്രാധാന്യവും തഹ്രീഖ് ജദീദിൻ്റെ ചുരുങ്ങിയ പശ്ചാത്തലവും പരിചയവും ഞാൻ അവതരിപ്പിക്കുന്നതാണ്. തഹ്രീഖ് ജദീദ് ആരംഭിച്ചത് 1934 ജമാഅത്തിലെ ചില നവാഗതരുണ്ടാകാം, യുവതലമുറക്കാരുണ്ടാകാം. ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ തഹ്രീഖ് ജദീദ് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു 1934 ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഇതിന് കാരണമായ സാഹചര്യം ഇതായിരുന്നു. ആ സമയത്ത് അഹ്റാറുകൾ, മജ്ലിസ് അഹ്റാർ ജമാഅത്തിനെതിരെ ഒരു കലാപം സൃഷ്ടിക്കുകയും വലിയ കോലാഹലമുണ്ടാക്കുകയും ചെയ്തു. എതിർപ്പിൻ്റെ ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ അഹമ്മദിയത്തിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും, ഖാദിയാന്റെ പേരും അടയാളവും ബാക്കി വയ്ക്കാത്ത വിധം അതിനെ തകർത്ത് തരിപ്പണമാക്കും എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സമാധി സ്ഥലമായ ബഹിഷ്ത് മക്ബറയെ അവഹേളിക്കാനും അവർ പദ്ധതിയിട്ടിരുന്നു. അത്തരക്കാർക്ക് അത് ഒരു സാധാരണ സംഗതിയായിരുന്നു. ആ സമയത്തും ഗവൺമെൻറ് ജമാഅത്തിന് വേണ്ടി നൽകേണ്ടിയിരുന്ന സംരക്ഷണം നൽകിയിരുന്നില്ല എന്നു മാത്രമല്ല, എതിരാളികളെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തതെന്ന് പറയുന്നതാകും ഉചിതം. അത്തരമൊരു സമയത്ത് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ജമാഅത്തിനോട് ഒരു ഫണ്ട് സ്വരൂപിക്കാൻ ആഹ്വാനം ചെയ്തു. അതുവഴി അഹമ്മദിയത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും സന്ദേശം ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കാനും ജമാഅത്തിൻ്റെ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താനും എതിരാളികളുടെ കുതന്ത്രങ്ങളെയും കോലാഹലങ്ങളെയും പ്രതിരോധിക്കാനും ജമാഅത്തിനെതിരെയായ പ്രചാരണ വേലകൾ തെറ്റാണെന്ന് തെളിയിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. തെറ്റാണെന്ന് തെളിയിക്കുക മാത്രമല്ല, പ്രബോധനത്തിൻ്റെ, തബ്ലീഗിൻ്റെ കടമ നിർവഹിക്കുകയും ചെയ്യണം.
കാരണം അതുവരെ നമ്മൾ പ്രബോധനത്തിൻ്റെ കടമ വേണ്ടത്ര ഗൗരവത്തോടെ യഥാർഹം നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ചിന്തയോടെയാണ് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തഹ്രീക്ക് ജദീദ് പ്രഖ്യാപിച്ചത്. രാജ്യത്തും ലോകത്തുമെമ്പാടും ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കണമെന്നും അതുവഴി ശത്രുക്കൾക്ക് നമ്മുടെ പദ്ധതികളെ ഒരിടത്തും തകർക്കാൻ ശ്രമിക്കാൻ പോലും ആകരുതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു സ്ഥലത്ത് എതിർപ്പുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പുരോഗതി കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ജമാഅത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെ വ്യാപിച്ചും പടർന്നും കൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ കാണുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അഹമ്മദിയത്തിൻ്റെയും യഥാർത്ഥ ഇസ്ലാമിൻ്റെയും സന്ദേശം എത്തിയിരിക്കുന്നതായാണ്. നമ്മുടെ മിഷനറിമാർ, മുബല്ലിഗുമാർ അവിടെ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിലും നമ്മുടെ മസ്ജിദുകൾ പണികഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ പ്രവർത്തന സജ്ജമാണ്. ആശുപത്രികൾ പ്രവർത്തനക്ഷമമാണ്. ജമാഅത്തിലെ മുബല്ലിഗുമാരും മുറബിമാരും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കതിന് തൗഫീഖ് ലഭിക്കുന്നു. ലിറ്ററേച്ചറുകൾ, സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന MTA കേന്ദ്ര സ്റ്റുഡിയോ മാത്രമല്ല, ലണ്ടനിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും MTയുടെ സ്റ്റുഡിയോകൾ സ്ഥാപിതമാണ്. റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിതമാണ്. ഈ ജോലികൾക്കെല്ലാം ആവശ്യമായ ഭീമമായ സംഖ്യ മറ്റ് ചന്തകളിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിലും തെഹ്രീക്ക് ജദീദ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. തെഹ്രീക്ക് ജദീദിന്റെ കീഴിലാണ് ലോകത്ത് മുബല്ലിഗുമാർക്ക് ട്രെയിനിങ് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ ഏകദേശം 6-7 രാജ്യങ്ങളിൽ ജാമിയകൾ, അഹമ്മദിയ സർവകലാശാലകൾ സ്ഥാപിതമാണ്. അവിടെ മുബല്ലിഗുമാരും മൊറബിമാരും തയ്യാറാക്കപ്പെടുന്നു. പിന്നീട് അവർ ലോകമെമ്പാടും വിന്യസിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെയും പ്രബോധന പ്രചാരണ വേലകൾ നടത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ ഖാദിയാന് ഉന്മൂലനാശം വരുത്തും, അഹമ്മദിയത്തിന് ഭൂമുഖത്ത് നിന്നു വിഭാടനം ചെയ്യും എന്ന അഹ്റാറുകളുടെ അവകാശവാദത്തിനും ഇന്നുവരെയും നമ്മുടെ എതിരാളികൾ മുഴക്കുന്ന ഈ മുദ്രാവാക്യങ്ങൾക്കും കഴിഞ്ഞ ദിവസവും റബുവിൽ ഒരു കോൺഫറൻസ് നടന്നപ്പോൾ ഇതേ മുദ്രാവാക്യം അവർ മുഴക്കുകയുണ്ടായി. ഓരോ വർഷവും ജമാഅത്തിൻ്റെ പുരോഗതിയിലൂടെ അതിന് മറുപടി നൽകപ്പെടുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലൂടെ അതിന് മറുപടി നൽകപ്പെടുന്നു. ജമാഅത്തിൽ ബയ്യത്ത് ചെയ്ത് ചേരുന്ന നവാഗതർ അതിനുള്ള മറുപടിയാണ്. ഇന്ന് 220-ൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ജമാഅത്തിൻ്റെ പുരോഗതി ഇതിനുള്ള മറുപടിയാണ്. നിങ്ങൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ കാണുക, ജമാഅത്ത് മേൽക്കുമേൽ അഭിവൃദ്ധി നേടി സത്വരം മുന്നേറുകയാണ്. ആയതിനാൽ അള്ളാഹുവിൻ്റെ ഈ പ്രവൃത്തിയും ഈ ദൈവ പിന്തുണയും ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വാദം മുമ്പ് സത്യമായിരുന്നത് പോലെ ഇന്നും സത്യമാണ് എന്നതിൻ്റെ തെളിവാണ്. അഹമ്മദിയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു മനുഷ്യനാൽ നടപ്പെട്ട ചെടിയല്ല, ഒരു സംഘടനയും നട്ട ചെടിയല്ല, ഒരു ഗവൺമെൻറ്റും നട്ട ചെടിയല്ല, മറിച്ച് ദൈവത്താൽ നടപ്പെട്ട ചെടിയാണ്. അത് ഇന്ന് ലോകമെമ്പാടും ശാഖകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വടവൃക്ഷമായി മാറിയിരിക്കുന്നു, പടർന്നു പന്തലിച്ചിരിക്കുന്നു. അള്ളാഹു അതിനെ കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കുകയും ഫലദായകമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയ തുടരുകയും വളരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാരായണം ചെയ്ത ആയത്തിലും അള്ളാഹു പറയുന്നു, ദൈവമാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ ഞാൻ പരിഭാഷയിൽ കേൾപ്പിച്ചതുപോലെ 7 കതിരുകൾ മുളപ്പിക്കുകയും ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ധാന്യ വിത്തിനു സമമാണ്. മറിച്ച് അള്ളാഹു അതിലും വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. നിങ്ങൾ എൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് ഞാൻ പ്രതിഫലമില്ലാതെ വിട്ടുകളയുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഈ ത്യാഗത്തെ 700 മടങ്ങോ അതിൽ കൂടുതലോ ആക്കി മാറ്റാൻ എനിക്ക് കഴിവുണ്ട് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ കൽപ്പന നൽകിക്കൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളെ ഇപ്രകാരം പ്രചോദിപ്പിച്ചിരിക്കുന്നു: നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിനായി ചെലവഴിക്കുക. ഈ കാലഘട്ടത്തിൽ മസീഹ് മൗദിലും പിന്നീട് ഇന്ന് അവിടുത്തെ ജമാഅത്തിലും ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണിത്. അപ്പോൾ അള്ളാഹു നമ്മുടെ ധനത്തിൽ ബറക്കത്ത് ചൊരിയും, അനുഗ്രഹം വർഷിക്കും. ഓരോ വർഷവും നമ്മൾ അത് കാണുന്നു, ഞാനത് വിവരിക്കാറുമുണ്ട്. ഈ വർഷവും ധാരാളം ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അള്ളാഹു എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നതെന്നും പല സ്ഥലങ്ങളിലും യാതൊരുവിധ ബുദ്ധിമുട്ടിനെ കുറിച്ചുമുള്ള ചിന്തയും തീണ്ടാതെ ആളുകൾ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നും അതിൽ കാണാം. പിന്നീട് അള്ളാഹു അവർക്ക്
തിരിച്ചും നൽകുന്നു, പ്രതിഫലവും നൽകുന്നു. അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നു. അവർക്ക് ഉടൻ പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ പോലും അവർ ആ ത്യാഗത്തിൽ സന്തോഷിക്കുന്നു, സംതൃപ്തരാകുന്നു. പിന്നീട് അവർ ഉപേക്ഷിച്ച ആ ആഗ്രഹങ്ങൾ പോലും കുറച്ചു കാലം കഴിഞ്ഞ് നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, ഇതിന് ഈ ലോകത്തും പ്രതിഫലം ലഭിക്കുന്നതാണ്, അടുത്ത ലോകത്തും പ്രതിഫലം ഉണ്ടാകുന്നതാണ്. ഇഹലോകത്ത് തന്നെ പ്രതിഫലം നേടുന്നവർ ധാരാളമുണ്ട്. പരലോകത്തെ പ്രതിഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് കണക്കില്ല, അളവറ്റതാണ്. ഗതകാല പണ്ഡിതന്മാരും പൂർവ്വസുരികളും ഈ ആയത്തിന് ഇതേ വ്യാഖ്യാനം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇമാം റാസി റഹ്മത്തുള്ളാ തൻ്റെ തഫ്സീറിൽ ഖുർആൻ ഭാഷ്യത്തിൽ എഴുതുന്നു, അള്ളാഹു ധനം വർദ്ധിപ്പിച്ച് തിരികെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, അള്ളാഹു ജീവിപ്പിക്കാനും മരിപ്പിക്കാനുമുള്ള തൻ്റെ കഴിവിന് ഇപ്രകാരം തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിന് കഴിവില്ലായിരുന്നെങ്കിൽ ചെലവഴിക്കാനുള്ള കൽപ്പന സ്ഥിരമായി ലഭിക്കുമായിരുന്നില്ല. കാരണം പ്രതിഫലമോ ശിക്ഷയോ നൽകാൻ ഒരു അസ്തിത്വമില്ലെങ്കിൽ ചെലവഴിക്കുന്നത് വൃഥാവിലാകുന്നതാണ്. അള്ളാഹു പ്രതിഫലം നൽകുന്നു എന്നതിൻ്റെ അർത്ഥം തൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നു. മാത്രമല്ല പാപം ചെയ്യുന്നവർക്ക് അവൻ ശിക്ഷ നൽകുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം ഇമാം റാസി എഴുതിയിരിക്കുന്നു, വാചകാന്തരേണ പറഞ്ഞാൽ ധനം ചെലവഴിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, നിന്നെ ഞാൻ സൃഷ്ടിച്ചെന്നും എൻ്റെ അനുഗ്രഹം നിന്നിൽ പൂർണ്ണമാക്കിയെന്നും എൻ്റെ പ്രതിഫലവും വരദാനവും നൽകാനുള്ള കഴിവിനെക്കുറിച്ചും എല്ലാം നിനക്കറിയാം. അതിനാൽ നിന്റെ ഈ അറിവ് ധനം ചെലവഴിക്കാൻ നിനക്ക് പ്രോത്സാഹനമേകണം. കാരണം അല്പം നൽകിയാൽ പകരം ധാരാളമായി നൽകുന്നത് അള്ളാഹു ആകുന്നു. ഒരു ധാന്യം വിതക്കുന്നവന് ഞാൻ 7 കതിരുകൾ അതിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുകയും ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമെന്ന ഈ വർദ്ധിതമായ പ്രതിഫലത്തിന് അള്ളാഹു ഉദാഹരണവും നൽകുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നു, യുൻഫിഖൂന അംവാലഹും ഫി സബീലില്ല, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നു. സബീലില്ല എന്നതിൻ്റെ അർത്ഥം ദീൻ അഥവാ മതമാണ്. ദൈവത്തിൻ്റെ ദീനിന് വേണ്ടി അവർ ചെലവഴിക്കുന്നു. അഹമ്മദിയ ജമാഅത്തിൽ അള്ളാഹു തൻ്റെ വാഗ്ദാനവും ഈ കൽപ്പനയും എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നാം അതിന് ദൃക്സാക്ഷികളാണ്. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. പറയുന്നു, നിങ്ങൾ ദീനീ കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുകയാണെങ്കിൽ ഒരു ധാന്യത്തിൽ നിന്നും അള്ളാഹു 700 ധാന്യമണികൾ ഉണ്ടാക്കുന്നത് പോലെ അവൻ നിങ്ങളുടെ ധനത്തെയും വർദ്ധിപ്പിക്കും, മറിച്ച് അതിലും കൂടുതൽ നൽകുന്നതാണ്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിലും വർദ്ധിപ്പിച്ച് നൽകുന്നു എന്നതിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അവൻ അതിലും കൂടുതൽ പുരോഗതി നൽകുന്നതാണ്. ചരിത്രം ഇതിന് സാക്ഷിയാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തീർച്ചയായും മഹത്തായ ത്യാഗങ്ങളാണ് കാഴ്ചവെച്ചത്. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ തൻ്റെ റസൂലിൻ്റെ ആദ്യ ഖലീഫയാക്കിക്കൊണ്ട് അനുഗ്രഹിച്ച ആ മഹത്തായ പ്രതിഫലത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങൾക്ക് എന്ത് നിലയും വിലയുമാണുള്ളത്. അതുപോലെ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ധാരാളമായി നൽകി. എന്നാൽ എത്ര വലിയ പ്രതിഫലമാണ് അദ്ദേഹത്തിന് തിരികെ ലഭിച്ചത്. ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തതിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ഈ ലോകത്ത് തന്നെ ലഭിച്ചു. അതുപോലെ നാം ഓരോ സഹാബിയും എടുത്തു നോക്കുകയാണെങ്കിൽ, അവരുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇതേ സമീപനം അവരോടും ഉണ്ടായതായി കാണാം. ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തന്നെ നോക്കുക. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ 3 കോടി രൂപ അനന്തരാവകാശമായി ഉണ്ടായിരുന്നു. കൂടാതെ തൻ്റെ ജീവിതകാലത്ത് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. അതുപോലെ സ്വഹാബികൾ സ്വദേശം വിട്ടപ്പോൾ, ഹിജ്റത്ത് ചെയ്തപ്പോൾ അവർക്ക് നല്ലൊരു ദേശം, നല്ലൊരു നാട് ലഭിച്ചു. തങ്ങളുടെ സ്വന്തം സഹോദരി സഹോദരന്മാരെ ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് അതിലും മികച്ച സഹോദരി സഹോദരന്മാർ ലഭിച്ചു. മാതാപിതാക്കളെ ഉപേക്ഷിച്ചപ്പോൾ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് ലഭിച്ചു. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്ന ഒരാൾക്കും തന്നെ സൽപ്രതിഫലം ലഭിക്കാതെ പോകുന്നില്ല, അത് നിഷേധിക്കപ്പെടുന്നതല്ല. കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ ബദരി സഹാബാക്കളെ കുറിച്ച് വിവരിച്ചിരുന്നു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഉണ്ടായ ഗസവാത്തുകളുടെ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവരിക്കുമ്പോൾ സഹാബികളുടെ നന്മകളെക്കുറിച്ചും ത്യാഗങ്ങളെക്കുറിച്ചും പരാമർശിക്കാറുണ്ട്. അള്ളാഹു അവരെ എങ്ങനെയാണ് അനുഗ്രഹിച്ചു കൊണ്ടിരുന്നത് എന്ന് നോക്കുക. അള്ളാഹു അവരെ വൃഥാവിലാക്കിയില്ല,
മറിച്ച് അവർക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ നൽകിയെന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പല സന്ദർഭങ്ങളിലും ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ചിലയിടത്ത് പറയുന്നു, നിങ്ങളുടെ ധനത്തിൽ നിന്ന് ചെലവഴിക്കുക, നിങ്ങളുടെ പ്രിയങ്കരമായ വസ്തുക്കളിൽ നിന്ന് ചെലവഴിക്കുക. ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും, നിങ്ങളുടെ ധനത്തിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വ്യാപ്തി നൽകിക്കൊണ്ടിരിക്കും, എൻ്റെ അനുഗ്രഹങ്ങളാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും ഹൃദയം തുറന്ന് ത്യാഗം ചെയ്യുന്ന ഓരോ അഹമ്മദിയും ഇത് അനുഭവിക്കുന്നു. ത്യാഗം ചെയ്യുന്നവർ അവരുടെ അനുഭവങ്ങൾ എഴുതുന്നുണ്ടാവാം. അള്ളാഹു എങ്ങനെയാണ് അവർക്ക് ത്യാഗം ചെയ്യാൻ തൗഫീഖ് നൽകിയെന്നും എങ്ങനെയാണ് അവരുടെ ഈമാനുകളെ ശക്തിപ്പെടുത്തിയെന്നും കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ സമർപ്പിക്കാം. അതിനു മുമ്പ് ചില വൈജ്ഞാനികവും ചരിത്രപരവുമായ വിവരങ്ങൾ കേൾപ്പിക്കാം. ഹദീസുകളിൽ നിന്നും സമർപ്പിക്കുന്നതാണ്. ഹദരത്ത് മുസ്ലിം അൻഹു ഹദരത്ത് മസീമുദ് ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം അല്ല, ഹദരത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വചനത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഹദരത്ത് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ധനം ശേഖരിക്കുക, അത് അവിടെ പുഴുക്കൾ തിന്ന് നശിപ്പിക്കുന്നതല്ല, തുരുമ്പെടുക്കുന്നതുമല്ല, കള്ളന്മാർ കുത്തിത്തുറന്ന് മോഷ്ടിക്കുകയുമില്ല. ഇത് ഈസാ മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ബൈബിളിലെ അധ്യാപനമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ധനം അള്ളാഹുവിൻ്റെ ഖജനാവിൽ ശേഖരിക്കുകയാണെങ്കിൽ അത് ആരും മോഷ്ടിക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കുറഞ്ഞത് 1 പകരം 700 മടങ്ങ് വരെ ലഭിക്കുന്നതുമാണ്. അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ അതിന് പരിധിയുമില്ല. ഈസാ അലൈഹി ഇസ്ലാം പറയുന്നത് അവിടെ ധാന്യം പുഴുക്കൾ തിന്നുകയില്ല എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു അത് പുഴുക്കളിൽ നിന്നും സുരക്ഷിതമാകുന്നു എന്ന് മാത്രമല്ല, 1 പകരം 700 മടങ്ങ് വർദ്ധിച്ച് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതുമാണ്. തീർച്ചയായും അള്ളാഹുവിന് ഒരു മനുഷ്യന്റെ സഹായവും ആവശ്യമില്ല. അവൻ ആരെയും ആശ്രയിച്ചിരിക്കുന്നില്ല. എന്നാൽ അവൻ തൻ്റെ ദാസന്മാരുടെ കരുണ കാണിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ അവർക്ക് അവസരം നൽകുമ്പോൾ അതിലൂടെ അവരുടെ പദവികൾ ഉയർത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തും പ്രായോഗികമായി അത് 700 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാൻ അവന് കഴിയും. എന്നാൽ ആ നന്മകൾക്കുള്ള പ്രതിഫലം അടുത്ത ലോകത്ത് പരലോകത്ത് പല മടങ്ങ് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് 700 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം ഈ ലോകത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇഹലോകത്തും പരലോകത്തും അവനത് വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഒരിടത്ത് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നന്നായി ഓർക്കുക, പ്രവാചകന്മാർ ചന്തകൾ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് സംഭാവന നൽകുന്നവർക്ക് എന്തെങ്കിലും തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ത്യാഗം ചെയ്യുന്നവർക്ക്, ചന്ത നൽകുന്നവർക്ക് പ്രയോജനമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു അവർക്ക് അങ്ങനെ അനുഗ്രഹം നൽകാനും അവരുടെ ധനത്തിൽ വർധനവുണ്ടാക്കാനും വേണ്ടിയാണ് ചന്തകൾക്ക് ആവശ്യപ്പെടുന്നത്, ആഹ്വാനം ചെയ്യുന്നത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുത്ത് നൽകാൻ ധാരാളം വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണിത്. ഇത് സൂറത്തിന്റെ തുടക്കത്തിൽ, അതായത് സൂറ ബഖറയിൽ 4-ാം ആയത്തിൽ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന 4-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു. തുടർന്ന് വാത്തൽ മാല അലാ ഹുബ്ബി, ഇതും സൂറ ബഖറയിലെ ആയത്ത് തന്നെയാണ് എന്നതിലൂടെയും പിന്നീട് ഇതേ അധ്യായത്തിൽ അൻഫിഖു മിമ്മാ റസഖ്നാഹും എന്നതിലൂടെയും പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇൻഫാഖ് ഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന വിഷയം ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആരെങ്കിലും ചോദിച്ചാൽ അവന് നൽകുക. എന്നാൽ നോക്കുക, വിശുദ്ധ ഖുർആൻ ഈ വിഷയം 5 റുക്കുകളിൽ 5 ഖണ്ഡികകളിലാണ് പറഞ്ഞു പൂർത്തിയാക്കിയത്. അത് വളരെ വിശദമാക്കി തന്നിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ആർക്കാണ്, എന്തിനാണ് നൽകേണ്ടത് എന്നാണ്. ഇതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇലായ കലിമത്തുള്ളാക്ക് വേണ്ടി, വചനം കലിമ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നവർക്ക് നൽകാൻ വേണ്ടി, ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി. ഇതിന്റെ ഉദാഹരണം, ഒരാൾ നിലത്ത് ഒരു വിത്ത് പാകുന്നു. ഒരു തിന തന്നെ ഉദാഹരണത്തിന് എടുക്കാം. അപ്പോൾ അതിന് നിന്ന് പല കതിരുകൾ പുറത്തു വരാൻ തുടങ്ങുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, വല്ലാഹു യുളായിഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിലും വർദ്ധിപ്പിച്ചു നൽകുന്നു. അതായത് ചില സ്ഥലങ്ങളിൽ 1 പകരം 10 ആണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ 1 പകരം 700 മടങ്ങ് നൽകുമെന്നും പരാമർശിച്ചു. ഈ അളവ് ആവശ്യം നേരിട്ട സമയവും സന്ദർഭവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു നദീതീരത്താണെന്ന് കരുതുക. ശൈത്യകാലമാണ്,
മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾ വെള്ളം ചോദിച്ചു വന്നാൽ അവനൊരു ഗ്ലാസ് വെള്ളം പകർന്നു നൽകുന്നത് വലിയ കാര്യമല്ല. കാരണം എല്ലായിടത്തും വെള്ളമുണ്ടല്ലോ. എന്നാൽ ഒരാൾ കാട്ടിൽ ഉച്ച സമയത്ത് ദാഹിച്ച് പരവശനായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കഠിനമായ ജ്വരം അഥവാ പനി പിടിച്ച് മരണാസന്നമായ അവസ്ഥയിലാണെങ്കിൽ, അങ്ങനെയുള്ള ഒരാൾക്ക് വെള്ളം നൽകുന്നത് മഹത്തായ നന്മയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യത്യാസം അനുസരിച്ച് അള്ളാഹു പ്രതിഫലങ്ങളിലും വ്യത്യാസം വരുത്തിയിരിക്കുന്നു. ചിലയിടത്ത് ആവശ്യം വെച്ച് നോക്കുമ്പോൾ ത്യാഗം വളരെ മഹത്തായതായിരിക്കും, അതിൻ്റെ ആവശ്യകതയും കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം അള്ളാഹു 700 മടങ്ങോ അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചിലയിടത്ത് ത്യാഗം അത്രയധികം വലുതല്ല. എന്നാൽ എന്തായാലും ത്യാഗം അത്യാവശ്യമാണ്. അവിടെ അള്ളാഹു പ്രതിഫലം നൽകാതിരിക്കുകയില്ല. അവിടെയും ഇരട്ടിയോ 10 ഇരട്ടിയോ പ്രതിഫലം നൽകുന്നു, 10 മടങ്ങോ പ്രതിഫലം നൽകുന്നു. ധനം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു നൽകിയ ഉദാഹരണങ്ങളാണിവ. ഈ വിഷയത്തിൽ അദ്ദേഹം മറ്റൊരു സംഭവം കൂടി വിവരിച്ചിട്ടുണ്ട്, മറ്റൊരു ഉദാഹരണം സമർപ്പിച്ചിട്ടുണ്ട്. ഹദരത്ത് റാബിയ ബസ്രിയുടെ അവർ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതിഥികൾ കടന്നു വന്നു. വീട്ടിൽ കഴിക്കാൻ വെറും 2 റൊട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഭൃത്യയെ വിളിച്ചു പറഞ്ഞു, ഈ 2 റൊട്ടികൾ സദക്കയായി ദാനം നൽകി വരിക. വേലക്കാരി പറഞ്ഞു, വളരെ വിചിത്രമായിരിക്കുന്നു, വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട്, ഇവിടെ ബാക്കിയുള്ള കുറച്ച് റൊട്ടിയും പാവങ്ങൾക്ക് നൽകാൻ താങ്കൾ പറയുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ധനാഢ്യായ സ്ത്രീ കുറച്ച് ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞു. ഭക്ഷണം വന്നപ്പോൾ ഹദരത്ത് റാബിയ ബസ്രി എണ്ണി നോക്കി. അതിൽ 18 റൊട്ടികളാണ് ഉണ്ടായിരുന്നത്. ഹദരത്ത് റാബിയ ബസ്രി അള്ളാഹുമായി അഗാധ ബന്ധമുള്ള മഹദിയായിരുന്നു. അള്ളാഹു അവരുടെ ആവശ്യം തീർച്ചയായും പൂർത്തിയാക്കുമെന്ന് അവർക്ക് ദൃഢവിശ്വാസമായിരുന്നു. അവർ 2 റൊട്ടികൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ലഭിക്കേണ്ടതാണ്, കുറഞ്ഞത് ഇരട്ടിയോ 10 ഇരട്ടിയോ വേണം. അവർ പറഞ്ഞു, ഇത് 18 റൊട്ടികൾ എനിക്കുള്ളതല്ല, എനിക്ക് 20 അതിഥികളാണ് വന്നിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് 20 റൊട്ടികളാണ് വരേണ്ടിയിരുന്നത്, അതുകൊണ്ട് ഇത് എനിക്കുള്ളതല്ല എന്നവർ പറഞ്ഞു. ഇത് ഞാൻ സ്വീകരിക്കുന്നില്ല, ഇത് തിരിച്ചു നൽകുക. അവിടെ വേലക്കാരി പറഞ്ഞു, ഇത് സ്വീകരിച്ചാലും എന്താണ് പറയുന്നത്, അള്ളാഹു അനുഗ്രഹം നൽകിയതല്ലേ. എന്നാൽ അവർ പറഞ്ഞു, അല്ല, ഇതെനിക്ക് വേണ്ടി അള്ളാഹു അയച്ചതല്ല. അപ്പോഴേക്കും വീണ്ടും അയൽവാസിയായ ആ ധനിക സ്ത്രീയുടെ ശബ്ദം കേൾക്കുമാറായി. അവർ ആ വേലക്കാരിയോട് പറയുകയുണ്ടായി, എവിടെയാണ് നീ പോയത്? റാബിയ ബസ്രിക്ക് വേണ്ടി ഞാൻ മറ്റൊരു ഭക്ഷണപ്പൊതിയാണ് തയ്യാറാക്കിയത്, അത് കൊണ്ടുവരപ്പെട്ടപ്പോൾ അതിൽ കൃത്യം 20 റൊട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മഹത് വ്യക്തികൾ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുകയും അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തതായി കാണാം. ഈ വിഷയത്തിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഒരു കാര്യം വിവരിച്ചു. എന്തിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നൽകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒന്നാമതായി തികച്ചും ഇബ്തിഗായി മർളാത്തില്ല, അതായത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നൽകുക. അതായത് ഔദാര്യം പ്രകടിപ്പിക്കരുത്, എടുത്തു പറയരുത്, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ വേണ്ടി നൽകുക. അള്ളാഹു സന്തോഷിക്കുമാറാകണം, അവൻ നമുക്ക് വേണ്ടി എണ്ണമറ്റ ഔദാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തിനാണ് നൽകേണ്ടത്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ് നൽകേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നൽകേണ്ടതാണ് അത്യാവശ്യം. എങ്ങനെ നൽകണം? അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നൽകണം. ഞാൻ പറഞ്ഞതുപോലെ അത് ഉപകാര സ്മരണ ആഗ്രഹിച്ചാകരുത്. ത്യാഗം ചെയ്തവരാരും ജമാഅത്തിനു മേലല്ല ഔദാര്യം ചെയ്തത്, മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. കാരണം നിങ്ങൾ അവൻ്റെ മാർഗത്തിൽ സദുദ്ദേശത്തോടെ ചെലവഴിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നു. ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ധനത്തിൽ അള്ളാഹു എങ്ങനെയാണ് അനുഗ്രഹം ചൊരിയുന്നത്? ഒരു ധാന്യം വിതയ്ക്കുമ്പോൾ വിതയ്ക്കുന്നത് ഒരു ധാന്യമാണെങ്കിലും അള്ളാഹു അതിൽ നിന്ന് 7 കതിരുകൾ പൊട്ടിമുളപ്പിക്കുകയും ഓരോ കതിരിലും 100 ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതായത് യഥാർത്ഥ വസ്തുവിനേക്കാൾ കൂടുതൽ നൽകുക എന്നത് ഒരു അടിസ്ഥാനമായ കാര്യമാണ്. യഥാർത്ഥ വസ്തുവിനേക്കാൾ കൂടുതൽ നൽകാൻ അള്ളാഹുവിന് കഴിവുണ്ട്, അത് അവൻ്റെ ശക്തി പരിധിയിൽ ഉൾപ്പെട്ടതാണ്. സത്യത്തിൽ നമ്മുടെ എല്ലാം അതിജീവനത്തിനും നിലനിൽപ്പിനും ആധാരം അള്ളാഹുവിൻ്റെ ഈ ശക്തി മാത്രമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവില്ലായിരുന്നെങ്കിൽ ലോകം മുഴുവനും നശിക്കപ്പെടുകയും ഭൂമിയിൽ ഒരൊറ്റ ജീവി പോലും അവശേഷിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം എഴുതിയിരിക്കുന്നു, താബീറു റൂയ, സ്വപ്ന വ്യാഖ്യാനത്തിൽ ധനം എന്നത് കരളാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഒരാൾ സ്വപ്നത്തിൽ ധനം കണ്ടാൽ അതിൻ്റെ അർത്ഥം കരളാണ്, അല്ലെങ്കിൽ കരളെടുത്ത് മാറ്റിയതായി കണ്ടാൽ ധനം എടുത്തു മാറ്റി എന്നാണ് അർത്ഥം. അതിനാൽ ദാനധർമ്മം ചെയ്യുന്നത് ജീവൻ നൽകുന്നതിന് തുല്യമാണ്. അതായത് സാമ്പത്തിക ത്യാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദാനധർമ്മം ചെയ്യുമ്പോൾ ഒരാൾ എത്രത്തോളം സത്യസന്ധതയും സ്ഥിരതയും കാണിക്കുന്നു. അടിസ്ഥാനപരമായ കാര്യം ഇതാണ്.
വെറും വാക്കുകൾ കൊണ്ട് കാര്യമില്ല, വാചാടോപം പ്രയോജനം ചെയ്യുന്നതല്ല. പ്രായോഗികമായി ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത് വരെ വെറും സംസാരം കൊണ്ട് പ്രയോജനമില്ല. സദക്ക, ദാനം എന്നത് കൊണ്ട് അർത്ഥം ഇതുതന്നെയാണ്. സാദിക്കീങ്ങൾ, സത്യസന്ധർ നൽകുന്നതാണ്. അത് അവരുടെ ഒരു അടയാളമായാണ് സദക്ക. അവരുടെ വിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ സിദ്ഖ് അഥവാ സത്യസന്ധതയുണ്ട് എന്ന് അതുവഴി തെളിയിക്കപ്പെടുന്നു. ഹദീസിൽ വരുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു, സകല ദാനശീലരിലും വെച്ച് ഏറ്റവും വലിയ ദാനശീലനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ ചോദിച്ചു, തീർച്ചയായും റസൂലുള്ളാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണ് എല്ലാ ദാനശീലരെക്കാളും വലിയ ദാനശീലൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുറിച്ച് പറഞ്ഞു, മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ ദാനശീലൻ ഞാനാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം, നോമ്പ്, സാമ്പത്തിക ത്യാഗം എന്നിവയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഒരു നിവേദനത്തിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം, നോമ്പ്, ദിക്ർ, ദൈവസ്മരണ എന്നിവ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെട്ട ധനത്തെ 700 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തിക ത്യാഗം ചെയ്തവർക്കുള്ള മാർഗനിർദ്ദേശം ഇതാണ്: അവർ തങ്ങളുടെ ആരാധനകളുടെ നിലവാരവും ഉയർത്തണം. സാമ്പത്തിക ത്യാഗം മാത്രം ചെയ്തുകൊണ്ട് എല്ലാമായി എന്ന് കരുതരുത്. ആരാധനയുടെ നിലവാരം വർദ്ധിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യണം. സാമ്പത്തിക ത്യാഗം ചെയ്യുന്നത് കൊണ്ട് ആരാധനകളിൽ നിന്ന് ഒഴിവായി എന്ന് കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഹദീസിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ത്യാഗങ്ങളോടൊപ്പം നമസ്കാരവും നോമ്പും അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളാണ് നിങ്ങളെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങളുടെ ധനം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇന്നും പലരും ത്യാഗങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം ആവശ്യമുണ്ടായിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അവന്റെ പ്രീതിക്ക് കാരണമാകണമെന്നും നമ്മുടെ ഈ ത്യാഗം പാഴാകുകയില്ലെന്നും അവർ ശുഭപ്രതീക്ഷയിലാണുള്ളത്. തീർച്ചയായും അള്ളാഹു അത് പാഴാക്കുന്നതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നു, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ സദക്ക ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ സദക്ക എന്നത് ആരോഗ്യവാനായിരിക്കുകയും ധനത്തിന് ആവശ്യമുള്ളവനായിരിക്കുകയും അതിനോട് ആഗ്രഹം വെച്ച് പുലർത്തുന്നവനായിരിക്കുകയും ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നവനായിരിക്കുകയും സമൃദ്ധി, ഐശ്വര്യം ആഗ്രഹിക്കുന്നവനായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ താങ്കൾ ദാനധർമ്മം ചെയ്യുന്നതിൽ താമസം വരുത്താതിരിക്കുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ സദക്ക. അതായത് ഈ ഭൗതിക കാര്യങ്ങളോടുള്ള ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ താങ്കൾ ദാനധർമ്മം ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, ഉപേക്ഷ കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ജീവൻ കണ്ഠനാളത്തിലെത്തിയതിനു ശേഷം ഊർജ്ജശ്വാസം വലിക്കുമ്പോൾ നീ പറയരുത്, ഇന്നയാൾക്ക് ഇത്ര നൽകുക, ഇന്നയാൾക്ക് ഇത്ര നൽകുക എന്ന്. അപ്പോൾ ആ ധനം താങ്കളുടേതല്ല, അത് ഇന്നയാൾക്കുള്ളതായി മാറിക്കഴിഞ്ഞു. അത് അവകാശികൾക്ക് എന്തായാലും ലഭിക്കാൻ പോവുകയാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോഗ്യാവസ്ഥയിൽ, ആവശ്യമുള്ള അവസ്ഥയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം. നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഈ ലോകത്തും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകും, അടുത്ത ലോകത്തും വർദ്ധിപ്പിച്ച് നൽകും. നമ്മുടെ ജമാഅത്തിലെ മഹത് വ്യക്തികളുടെ മാതൃകകളും ഇതുതന്നെയായിരുന്നു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തങ്ങളുടെ ധനം എണ്ണി നോക്കിയിരുന്നില്ല, മറിച്ച് മനസ്സ് തുറന്ന് വിശാലമനസ്കരായി ചെലവഴിച്ചിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സ്വഹാബികളുടെ ഉദാഹരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ സഹോദരി ഹദരത്ത് അസ്മാ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ ഉപദേശിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ എണ്ണി എണ്ണി ചെലവഴിക്കരുത്, അപ്പോൾ അള്ളാഹുവും നിങ്ങൾക്ക് എണ്ണി നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശുക്ക് കാരണം നിങ്ങളുടെ മടിശീലയുടെ വാ അടച്ചു വെക്കരുത്. അതായത് പണം സൂക്ഷിക്കുന്ന സഞ്ചി പിശുക്ക് കൊണ്ട് പൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ ആ വാ അടഞ്ഞു തന്നെയിരിക്കും, പിന്നീട് അതിലേക്ക് ധനം വരികയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ധനം പുറത്തെടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ കൂടുതൽ ധനം വരുന്നതാണ്. അതുകൊണ്ട് ഹൃദയം തുറന്ന് ചെലവഴിക്കുക. ജമാഅത്തിലും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ആദ്യമായി നമുക്ക് ഹദരത്ത് ഖലീഫ മസീഹ് അവൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കാം. അദ്ദേഹം വളരെയധികം ത്യാഗങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി
ഖൽമസി അവൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിരുന്നു. ഹസരത്ത് മസീഹ് ഇസ്ലാം സ്വയം ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്, പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. ഒരിടത്ത് പറയുന്നു, ഞാൻ അനുവാദം നൽകിയിരുന്നെങ്കിൽ ഹസരത്ത് ഖൽമസി അവൽ സർവ്വതും സമർപ്പിച്ചേനെ. അതായത് ഹസരത്ത് മൗലാന നൂറുദ്ദീൻ ആ മാർഗത്തിൽ എല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് തൻ്റെ ആത്മീയ സഹവാസത്തെ പോലെ, ആത്മീയമായ സഹാബത്ത് പോലെ, ഭൗതികമായ സഹവാസത്തിൻ്റെയും സുഹബത്തിൻ്റെയും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതിൻ്റെയും ആത്മമിത്രമാണ് എന്നതിൻ്റെയും കടമ നിറവേറ്റുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എന്നാൽ നാം അതിന് അനുവാദം നൽകുകയുണ്ടായില്ല. അല്ലെങ്കിൽ അദ്ദേഹം എല്ലാം തന്നെ സമർപ്പിച്ചേനെ. ആ മഹാത്മാവ് എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ നൂറുദ്ദീൻ റളിയല്ലാഹുവിൻ്റെ കത്തുകളിൽ ഏതാനും വരികൾ മാതൃകയെ കാണിച്ചു തരാം. ഹസരത്ത് ഖൽമസി അവൽ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സന്നിധിയിൽ എഴുതി, ഞാൻ അങ്ങയുടെ മാർഗത്തിൽ തെണ്ടമാകാൻ, ബലിയാകാൻ തയ്യാറാണ്. എൻ്റേതായിട്ട് എന്ന് പറയാൻ ഇനി ഒന്നും എൻ്റേതായിട്ടില്ല. അങ്ങയുടേതാണെല്ലാം. എൻ്റെ നേതാവും വഴികാട്ടിയുമായ അങ്ങയുടെ മുന്നിൽ ഞാൻ പൂർണ്ണ സത്യസന്ധതയോടെ പറയട്ടെ, എൻ്റെ മുഴുവൻ ധനവും സമ്പത്തും ദീനിൻ്റെ പ്രചാരണത്തിനായി ചെലവഴിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലക്ഷ്യം പ്രാപിക്കുന്നതാണ്, എൻ്റെ മുറാദ് പൂർത്തിയാകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരെയും സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവരെയും നൽകി അനുഗ്രഹിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനും തൻ്റെ യജമാനനെ പിന്തുടരുന്നതിൻ്റെ ഫലമായി എല്ലാം ബലിയർപ്പിക്കാൻ തയ്യാറായ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മാതൃക കാഴ്ച വെച്ച ശിഷ്യന്മാരെയും നൽകിയിട്ടുണ്ടായി. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ഒരാൾ നൽകുകയാണെങ്കിൽ ഞാൻ അവന് പല മടങ്ങ് അനുഗ്രഹം നൽകും എന്നതും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ഈ ലോകത്ത് തന്നെ അവന് ധാരാളം ലഭിക്കുന്നതാണ്. മരണശേഷം പരലോകത്തിലെ പ്രതിഫലവും അവന് ലഭിക്കുന്നതാണ്. എത്രത്തോളം ആശ്വാസമാണ് അവന് ലഭിക്കുന്നതെന്ന് നോക്കുക. ഇങ്ങനെ ഹസരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, ഇന്ന് ഞാൻ ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ ധനം ചെലവഴിക്കാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുമ്പോൾ അതിൽ ഈ ലോകത്തും അടുത്ത ലോകത്തും ബറക്കത്തുണ്ട്. ഇത് വെറും വാക്കല്ല, മറിച്ച് ഇന്നും നമ്മൾ ഇത് കാണുന്നുണ്ട്. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇത് പറഞ്ഞ കാലത്ത്, ആ കാലത്ത് മാത്രമുണ്ടായ കാര്യമല്ല ഇത്. ഇന്നും എനിക്ക് അനേകം സംഭവങ്ങൾ അറിയാനിടയാകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ശേഷം അള്ളാഹു എങ്ങനെയാണ് അവരുടെ ധനത്തിൽ ബർക്കത്ത് നൽകുന്നതെന്നും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നീക്കിക്കളയുന്നതെന്നും അവരുടെ ഈമാൻ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്നും വിവരിക്കുന്ന പലരെയും കുറിച്ച് എനിക്കറിയാം. ഞാൻ ചില സംഭവങ്ങൾ കൂടി ഇവിടെ പങ്കുവയ്ക്കാം. ജമാഅത്തിൽ ആദ്യമായി ഹസരത്ത് അൽബാനിയിൽ നിന്നും ഉള്ള ഒരു സംഭവമാണ്. അവിടെയുള്ള മൊബൈലിൽ എഴുതുന്നു, ബിലാൽ യൂസുഫ് സാബ് എന്നൊരു അൽബേനിയൻ സുഹൃത്തുണ്ട്. ഒരു സാധാരണക്കാരനും പാവപ്പെട്ടവനുമാണ്. അവിടെ ജൽസ വാർഷിക സമ്മേളനം നടക്കുകയായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ഒരാഴ്ചക്കാലം ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ജൽസയുടെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരുന്നു. ലോകമെമ്പാടും നമ്മുടെ വളണ്ടിയർമാർ, സന്നദ്ധ സേവകന്മാർ ജൽസകളിൽ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. എന്നാൽ ചിലർക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടായിട്ടും അവർ വളണ്ടിയർമാരായി സമയം നൽകുന്നു. ചിലർക്ക് അതിൻ്റെ ആവശ്യമുണ്ടാകില്ല. അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകാം. എന്തായാലും അദ്ദേഹം വൈകുന്നേരം 4 മണി വരെ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. എന്നിട്ട് 4 മണിക്ക് ശേഷം സ്വന്തം ജോലിക്കായി പോകുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം 75 യൂറോ തഹ്രീക് ജദീദിന്റെ ചന്തയായ ഒരു കവറിൽ കൊണ്ടുവന്നു. അൽബേനിയ ഒരു ദരിദ്രമായ കിഴക്കൻ യൂറോപ്യൻ രാജ്യമാണ്. അദ്ദേഹം മൊറബി സ്വാമിയോട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ തുക ചന്തയായി നൽകാൻ വേണ്ടി ശേഖരിച്ചതാണ്. കവറിന് മുകളിൽ അൽബേനിയൻ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, വളരെ സന്തോഷത്തോടെ ജമാഅത്തിന്റെ സേവനത്തിനായി ഞാനിത് ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ 75 യൂറോ മറ്റുള്ളവർക്ക് നിസ്സാര സംഖ്യയായി തോന്നിയേക്കാം. എന്നാൽ മൊറബി സാഹിബ് എഴുതുന്നു, ഇത് അദ്ദേഹത്തിന്റെ മാസ ശമ്പളത്തിന്റെ 15%. കൂടാതെ അദ്ദേഹത്തിന് വാടകയും മറ്റും കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഭൗതികവാദികൾക്ക് പറയാം, 75 യൂറോ കൊണ്ടാണോ നിങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് യൂറോ കൊണ്ടാണോ നിങ്ങൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതേസമയം ഇസ്ലാമിനെ എതിർക്കുന്ന സംഘടനകളുടെയും ഗവൺമെന്റുകളുടെയും കൈവശം ബില്യണും മില്യണും പൗണ്ടുകളുണ്ട്. അവർ ഇസ്ലാമിനെതിരെ അവ ചെലവഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹു അവരുടെ ഈ ചെറിയ ത്യാഗത്തിൽ പോലും എത്രയധികം അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് നോക്കുക. ഈ ത്യാഗം കൊണ്ട് അഹമ്മദിയ ജമാഅത്ത് ഇന്ന് മിഷനുകൾ സ്ഥാപിക്കുന്നു. 75 യൂറോ നൽകുന്നവർ മാത്രമല്ല, അതിലും കുറവ് നൽകുന്നവരും ധാരാളം കാണാം.
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് ഈ ചെറിയ ചെറിയ തുകകൾ ഉപയോഗിച്ച് ലോകമെമ്പാടും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇസ്ലാമിന്റെ പ്രചരണം നടത്തി വരുന്നു. ലോകത്ത് പുരോഗതി കൈവരിക്കുന്നു. അത് $1 ബില്യൺ ചെലവഴിക്കുന്നവരെക്കാൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചില വളരെ ദരിദ്ര രാജ്യങ്ങളിൽ ത്യാഗത്തിന്റെ കാഴ്ചകൾ കാണാം. ആദ്യകാല ഇസ്ലാമിലോ ഹസരത്ത് മസീഹ് ഇസ്ലാം സാമ്പത്തിക ത്യാഗത്തിന് പ്രോത്സാഹനം അല്ലെങ്കിൽ ആഹ്വാനം നൽകിയപ്പോഴോ അല്ലെങ്കിൽ ഹസരത്ത് മുസ്ലിം തഹ്രീക്ക് ജദീദ് പ്രഖ്യാപിച്ചപ്പോഴോ ഉണ്ടായിരുന്നത് പോലുള്ള കാഴ്ചകൾ, ആദ്യകാല കാഴ്ചകൾ ഇന്നും കാണാൻ സാധിക്കും. ശത്രു സർവസജ്ജരായി നമ്മെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ചെലവഴിക്കുക എന്ന് ഹസരത്ത് മുസ്ലിം ആവശ്യപ്പെട്ടു. അതിൽ ആളുകൾ ത്യാഗങ്ങൾ ചെയ്തു. പാവപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ കോഴികളും കോഴിമുട്ടകളും വിറ്റ് വരെ ചന്ത നൽകി. ചെറിയ ചെറിയ ത്യാഗങ്ങളായിരുന്നു അതൊക്കെ. ആ സമയത്ത് ഹസരത്ത് മുസ്ലിം 3 വർഷത്തിനുള്ളിൽ 27,000 രൂപ ഇന്ത്യയിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. എന്നാൽ ജമാഅത്ത് ത്യാഗം ചെയ്യുകയും 1 വർഷം കൊണ്ട് തന്നെ 1 ലക്ഷം രൂപ ശേഖരിക്കുകയും ചെയ്തു. ഇന്നും ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ത്യാഗത്തിന്റെ കാഴ്ചകൾ കാണാൻ കഴിയും. ഇന്തോനേഷ്യയിലെ ഒരു അഹമ്മദിയുണ്ട്, ജാവി മുസഫർ സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ജമാഅത്തിലെ ഒരു പ്രായമായ സ്ത്രീ വന്നു. കുറച്ച് വിറകുകെട്ടുകൾ അവർ കൊണ്ടുവന്നു. ഞങ്ങൾ അത് വാങ്ങണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വിറകുകളുടെ ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ വിറകുകൾ വാങ്ങിച്ചു വച്ചിരുന്നു. അവികസിതമായ ദരിദ്ര രാജ്യങ്ങളിലെ ചെറിയ പട്ടണങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ടവർ ചിലപ്പോൾ വിറകുകൾ കത്തിക്കാറുണ്ട്. അവിടെ ഗ്യാസ് അത്ര പൊതുവായി ലഭിക്കുന്നതല്ല, അല്ലെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. എന്തായാലും വിറകുകൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അവർ മറ്റു സാധനങ്ങളും ഉപയോഗിച്ചിരുന്നതിനാൽ ഞങ്ങൾക്ക് വിറകുകൾ അധികം ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ആ പ്രായമായ സ്ത്രീ തലയിൽ വിറക് കെട്ടുകളുമായി വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ദയ തോന്നി വിറകുകൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇന്തോനേഷ്യൻ രൂപയുടെ മൂല്യം വളരെ കുറവാണ്. അവിടെ ലക്ഷങ്ങളിലാണ് സംസാരിക്കാറുള്ളത്. അതിനാൽ അവർ ആ വിറക് കെട്ട് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. അത് പാകിസ്ഥാനി രൂപയിലേക്ക് മാറ്റിയാൽ കുറച്ച് രൂപയായിരിക്കും അത്. ഏതായാലും വാങ്ങിയ ശേഷം അവർ തുക നൽകാൻ തുടങ്ങിയപ്പോൾ ആ പ്രായമായ സ്ത്രീ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് പണം വാങ്ങി എനിക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയല്ല ഞാൻ വിറകുകൾ കൊണ്ടുവന്നത്, മറിച്ച് എനിക്ക് തഹ്രീക്ക് ജദീദിന്റെ ചന്ത നൽകാൻ വേണ്ടിയായിരുന്നു. ഇതിനെ എൻ്റെ തഹ്രീക്ക് ജദീദിന്റെ ചന്തയിൽ ഉൾപ്പെടുത്തണം. ആ സ്ത്രീ ലജ്നയുടെ ഒരു ഭാരവാഹിയായിരുന്നു. അവർ ആ തുക മുഴുവൻ അവിടെ നൽകി. 1 പൈസ പോലും സ്വന്തമായി എടുത്തില്ല. അതുപോലെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള സസീലൻ സാഹിബ എന്ന അഹമ്മദി വനിതയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അവർക്ക് 7 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കുട്ടി ഗർഭാവസ്ഥയിലുമായിരുന്നു. രണ്ടാമത്തെ കുട്ടി ജനിച്ച അതേ സമയത്ത് ഈദ് അടുത്തായിരുന്നു. അപ്പോൾ അവരും ഭർത്താവും ആദ്യത്തെ കുട്ടിയും ചേർന്ന് തഹ്രീക്ക് ജദീദിന്റെ വാഗ്ദാനം ചെയ്ത തുക 12 ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അവിടെ രൂപയുടെ മൂല്യം വളരെ കുറവാണ്. ഇവിടെയും കാണാനാകുന്നത് മുൻഗാമികളിൽ നാം കണ്ടിരുന്ന, ആദ്യകാല ഇസ്ലാമിൽ കണ്ടിരുന്ന അതേ വികാരമാണ്. അവർ പറയുന്നു, ഞങ്ങളുടെ വാഗ്ദാനം 12 ലക്ഷം രൂപയുടേതായിരുന്നു. ഞങ്ങൾ ആ ചന്ത നൽകാനും ഖലീഫത്തുൽ മസീഹിന് ദുആ ചെയ്യാൻ വേണ്ടി എഴുതാനും ആഗ്രഹിച്ചു. ആ ചന്ത എങ്ങനെയും അടക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ ദാരിദ്ര്യം കാരണം അത് ബുദ്ധിമുട്ടായി തോന്നി. എനിക്ക് വളരെ കുറഞ്ഞൊരു ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ അതിൽ 12.5 ലക്ഷം രൂപയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഞങ്ങൾ ഇതെല്ലാം നൽകുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും കയ്യിലുണ്ടാകില്ല. ഏതായാലും 12 ലക്ഷം രൂപ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൂത്ത കുട്ടിയുടെയും വകയായും ബാക്കിയുള്ള 50,000 രൂപ ഇളയ കുട്ടിയുടെ വകയായും നൽകുവാൻ അവർ തീരുമാനിച്ചു. അവർ പറയുന്നു, ഞങ്ങൾ അങ്ങനെ അത് നൽകി. അങ്ങനെ പണം തീർന്നു. അവരുടെ കൈവശം ഒന്നും മിച്ചം വന്നില്ല. എന്നാൽ അവർ പറയുന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് ദുഃഖം തോന്നിയില്ല, മറിച്ച് വാഗ്ദാനം നിറവേറ്റാൻ കഴിഞ്ഞതിലും ഞങ്ങളുടെ നവജാത ശിശുവിനെ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിലും സന്തോഷമാണ് ഉണ്ടായത്. അവർ പറയുന്നു, അള്ളാഹു എങ്ങനെയാണ് അനുഗ്രഹം ചെയ്തത് എന്ന് നോക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം അവർക്ക് 1,20,00,000 രൂപ വരുമാനം ലഭിച്ചു. ഇത് കണ്ടപ്പോൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന്
അള്ളാഹു നൽകിയ വാഗ്ദാനം ഈ രീതിയിൽ പൂർത്തിയാക്കി എന്ന് അവർക്ക് ഉറപ്പായി. അള്ളാഹു ഉടൻ തന്നെ തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി. അതുപോലെ ഘാനയിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, ഖലീഫത്തുൽ മസീഹിന്റെ ഖുത്ബകളിലെ വിശ്വാസവർദ്ധകമായ സംഭവങ്ങൾ ആളുകളെ കേൾപ്പിച്ചപ്പോൾ ഒരു ആഫ്രിക്കൻ ഘാനക്കാരനായ മെമ്പർ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന അവസാനത്തെ പണം പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകി. എന്നാൽ അദ്ദേഹം പറയുന്നു, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ അദ്ദേഹത്തിന് 2 ഫോൺ കോളുകൾ ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ ഗതി മാറ്റുന്നതായിരുന്നു. അതായത് 2 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, സക്ഷമരായ ഉപഭോക്താക്കൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം നൽകിയ തുകയുടെ 20 മടങ്ങ് കൂടുതൽ ലാഭം നേടാൻ കഴിയുന്ന ആകർഷകമായ ജോലിയോ അല്ലെങ്കിൽ ഓഫറോ നൽകി. ഈ അസാധാരണ സംഭവം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവർക്ക് അള്ളാഹു എങ്ങനെയാണ് ഉടനടി അതുല്യമായ പ്രതിഫലം നൽകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ഈ സംഭവം അവരുടെ ഈമാനിൽ വർധന കാരണമായി. അതുപോലെ കെനിയയിൽ നിന്നുള്ള ഒരു മൗലവിന്റെ ഭാര്യ എഴുതുന്നു, അവരുടെ ആദ്യത്തെ കുഞ്ഞിന്റെ ജനനം അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് സങ്കീർണതകൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. അത് കാരണം ഞങ്ങൾ വളരെയധികം ആശങ്കയിലായിരുന്നു. ഡോക്ടർമാർ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ അവസ്ഥകളും എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ഭർത്താവിനോട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു മാത്രമാണ് നമ്മുടെ ഏക ആശ്രയം. നമുക്ക് ഉടനടി ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു ത്യാഗം എന്ന് പറയുന്നത് തഹ്രീഖ് ജദീദിന്റെ വർഷം ഇപ്പോൾ അവസാനിക്കാറായിരിക്കുന്നു. തഹ്രീഖ് ജദീദിന്റെ ബാക്കിയുള്ള ചന്ത അടയ്ക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകും. ഈ ആളുകളുടെ ഈമാന്റെ അവസ്ഥ വളരെ വിചിത്രവും അത്ഭുതകരവുമാണ്. അവർ പറയുന്നു, ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഒരു സ്വപ്നം കണ്ടു. ഹദരത്ത് മസീഹ് അലി ഇസ്ലാം ആഗതരായിക്കൊണ്ട് അദ്ദേഹം കറുത്ത കോട്ട് ധരിച്ചിരുന്നു, തലയിൽ തലപ്പാവും കയ്യിൽ വടിയുമുണ്ടായിരുന്നു. ആ സ്ത്രീയോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, കുഞ്ഞിന്റെ ജനനം വളരെ സുരക്ഷിതമായിരിക്കും. എന്നാൽ അത് നിന്റെ ഒരു സൈഡിൽ നിന്നായിരിക്കും, വശത്തു നിന്നായിരിക്കും. അങ്ങനെ അവർക്ക് കുഞ്ഞ് ലഭിച്ചു. എന്നാൽ ഓപ്പറേഷൻ വഴിയായിരുന്നു. അത് വയറിന്റെ ഒരു വശത്ത് നിന്നാണ് ചെയ്തത്. യാതൊരു സങ്കീർണതകളും ഉണ്ടായതുമില്ല. എന്തായാലും ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്നും അവരുടെ ത്യാഗം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും അള്ളാഹു ബർക്കത്ത് നൽകിയെന്നും അവർ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഡോക്ടർമാർ പല ആശങ്കകളും പ്രകടിപ്പിച്ച ആ ഗർഭസ്ഥ അവസ്ഥയിൽ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതെന്ന് ആ സമയത്താണ് ആ നിലയിൽ, നല്ല നിലയിൽ കുഞ്ഞ് ജനിച്ചത്. ഇങ്ങനെയാണ് അള്ളാഹു വിദൂര സ്ഥലങ്ങളിലെ അഹമ്മദികൾക്കും അറിയിപ്പുകൾ നൽകി അവരുടെ ഈമാൻ സുദൃഢമാക്കുന്നത്. അതോടൊപ്പം ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സത്യസന്ധതയെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഗിനി കൊനാക്കിരിയിലെ മുബലിഗിൻ ജസാബ് എഴുതു, ഞാൻ ഖലീഫത്തുൽ മസീഹിന്റെ ഖുത്ബകളിലെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങൾ കേൾപ്പിക്കുകയായിരുന്നു. ചന്തകളിൽ ത്യാഗം ചെയ്യണമെന്നും മുന്നോട്ട് വരണമെന്നും ഞാൻ ശ്രദ്ധ ക്ഷണിച്ചു. അതുപോലെ തഹ്രീഖ് ജദീദിന്റെ വർഷം അവസാനിക്കുന്നതിനാൽ അതിൻ്റെ പേയ്മെന്റുകൾ അടയ്ക്കുന്നതിനെക്കുറിച്ചും ബജറ്റ് പൂർത്തിയാകുന്നില്ല, അത് പൂർത്തിയാക്കണമെന്നും ഞാൻ ഉണർത്തി. അന്ന് വൈകുന്നേരം ഒരാൾ മിഷൻ ഹൗസിൽ വന്നു. മുഹമ്മദ് അൽ ഹസൻ ഖോബി അല്ലെങ്കിൽ യാക്കൂബി സാബ് ഈ കവർ അയച്ചതാണ് എന്ന് പറഞ്ഞു. കവർ തുറന്നപ്പോൾ അതിൽ 300 യൂറോ ഉണ്ടായിരുന്നു. അത് പ്രാദേശിക കറൻസിയിൽ ഏകദേശം 3 മില്യൺ ഫ്രാങ്കിനടുത്ത് വരും, അതിലും കൂടുതലായിരിക്കും ചിലപ്പോൾ. ഇതിനെ തുടർന്ന് അദ്ദേഹം ഖൂബി സാഹിബിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, കവർ അയച്ചത് അദ്ദേഹമാണ് എന്ന് തിരക്കി. എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ അയച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുത്ബയിൽ ടാർഗറ്റ് പൂർത്തിയായിട്ടില്ല എന്ന് താങ്കൾ പറയുന്നതായി ഞാൻ കേട്ടു. ജുമാക്ക് ശേഷം ഞാൻ എൻ്റെ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ ഡ്രോയറിൽ ഈ തുക ഇരിപ്പുണ്ടായിരുന്നു. അതോടൊപ്പം ഈ തുകയിൽ നിന്ന് അടയ്ക്കേണ്ട ചെലവുകളുടെ ഒരു നീണ്ട ലിസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ ചെലവുകളുടെ ലിസ്റ്റ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളഞ്ഞു. ഈ തുക താങ്കൾക്ക് തഹ്രീഖ് ജദീദിന്റെ ചന്തയിൽ ചേർക്കാൻ വേണ്ടി അയച്ചതാണ്. അദ്ദേഹം തൻ്റെ തഹ്രീഖ് ജദീദിന്റെ ചന്ത മുമ്പേ നൽകിയതായിരുന്നു, പൂർത്തിയാക്കിയതായിരുന്നു. അതൊരു നല്ല സംഖ്യയുമായിരുന്നു. അതുകൊണ്ട് ആഫ്രിക്കയിൽ താമസിക്കുന്നവരുടെയും ത്യാഗത്തിന്റെ അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ തീർച്ചയായും അവരുടെ ഹൃദയങ്ങളിൽ ഈമാന്റെ അവസ്ഥ സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് അത് സൃഷ്ടിക്കുന്നത്. കാരണം ഇത് മനുഷ്യന്റെ കാര്യമല്ല, അള്ളാഹു ഈ രീതിയിൽ വർദ്ധിപ്പിച്ചു നൽകുന്നു എന്ന് അവർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവർ പിന്നെയും ത്യാഗം ചെയ്യുന്നത്. വിവരിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ ഇനിയുമുണ്ട്. എല്ലാം വിവരിക്കാൻ പ്രയാസമാണ്. തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് പോലും എനിക്ക് വിവരിക്കാൻ പൂർണ്ണമായും കഴിയില്ല. എന്തായാലും കുറച്ച് ഇവിടെ ഞാൻ വിവരിക്കാം.
തഹരീക് ജദീദിന്റെ ഇൻസ്പെക്ടർ തെലങ്കാനയിലെ ഒരാളെ കുറിച്ച് എഴുതുന്നു. ഹൈദരാബാദിലെ ഒരിടത്തുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാഗ്ദാനം 7,000 രൂപയായിരുന്നു. എന്നാൽ ജോലി നഷ്ടപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് അത് അടക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വർഷത്തേക്ക് അദ്ദേഹം 10,000 രൂപ വാഗ്ദാനം എഴുതി. കഴിഞ്ഞ വർഷത്തെ വാഗ്ദാനം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഈ വർഷം വർദ്ധിപ്പിച്ചു നൽകുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അള്ളാഹു തന്നെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരും, എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നൽകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ട ജോലി ലഭിച്ചു. അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തെയും ചന്ത അടച്ചു. പുതിയ സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹം തന്റെ വാഗ്ദാനം 7,000 പകരം 30,000 രൂപയെ വർദ്ധിപ്പിച്ചു നൽകുകയും അത് അടച്ചു തീർക്കുകയും ചെയ്തു. ഇപ്രകാരം അള്ളാഹു അദ്ദേഹത്തിന്റെ സൽഭാവന കാരണം അനുഗ്രഹിച്ചു. അതുപോലെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള മറ്റൊരു ഉദാഹരണമുണ്ട്. വിചിത്രമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഇതൊക്കെ യാദൃശ്ചികമായിട്ടല്ല. കാരണം ആർക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അവർ ഏത് സാഹചര്യത്തിലാണ് ത്യാഗം ചെയ്യുന്നതെന്നും ഏത് അവസ്ഥയിലാണ് അവർ ത്യാഗം ചെയ്യാനുള്ള ചിന്ത അവർക്കുണ്ടായതെന്നും തുടർന്ന് അള്ളാഹുവിന്റെ ശക്തി അവർക്ക് എങ്ങനെ കാണാൻ സാധിക്കുമെന്നും അവർക്ക് തന്നെയാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹം എഴുതുന്നു, വളരെ ആത്മാർത്ഥതയുള്ള ഒരു അഹമ്മദി സുഹൃത്ത് ബഹദൂർ ജാൻ സാഹിബ് കുറച്ചു കാലം മുമ്പ് ഒരു ടാക്സി കമ്പനിയിൽ നിന്ന് തൻ്റെ ജോലി തുടരുന്നതിനായി ഒരു കാർ വാങ്ങി. അദ്ദേഹം ഡ്രൈവറായിരുന്നു. അദ്ദേഹം ടാക്സി ഓടിക്കുന്നയാളാണ്. അദ്ദേഹം പറയുന്നു, കാർ വാങ്ങിയ ശേഷം ട്രാഫിക് പോലീസ് ഓഫീസിൽ കാർ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ആ കാർ രജിസ്റ്റർ ചെയ്യരുത് എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. കാർ വാങ്ങുമ്പോൾ താൻ എല്ലാം പരിശോധിച്ചിരുന്നു എന്നും എല്ലാം ലീഗലായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ പിന്നീട് ആ ടാക്സി കമ്പനി കടക്കണിയിലായിരുന്നു എന്നും അതിനാൽ കോടതി ആ കമ്പനിക്ക് കാറുകൾ വിൽക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നെന്നും തനിക്ക് മനസ്സിലായി. അപ്പോൾ കമ്പനിയുടെ 35 കാറുകൾ ബാനായിരുന്നു, നിരോധിക്കപ്പെട്ടിരുന്നു. കമ്പനിയുടെ മുൻ ഉടമസ്ഥ പറഞ്ഞു, ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കുക, ഇൻഷാ അല്ലാഹ് താങ്കൾക്ക് താങ്കളുടെ കാർ ലഭിക്കും. അപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ സമയത്ത് എൻ്റെ തഹരീക് ജദീദിന്റെ ചന്ത കുടിശ്ശികയുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഈ ദുനിയാവിൻ്റെ ലോകത്തിൻ്റെ ചിന്തകളിൽ മുഴുകി എൻ്റെ ചന്ത മുടങ്ങിപ്പോകരുത്, അതുകൊണ്ട് ആദ്യം എൻ്റെ ചന്ത അടയ്ക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ ഉടൻ തന്നെ തഹരീക് ജദീദിന്റെ വഖഫ് ജദീദിന് ചന്ത അടച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ കമ്പനിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ചു. അപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം വാങ്ങിയ ആ കാറിൻ്റെ മേലുള്ള വിലക്ക് നീങ്ങിയിരുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഒരുപക്ഷെ എനിക്ക് തെറ്റിപ്പോയതാകാം. അതിനാൽ അദ്ദേഹം ഇൻസ്പെക്ടറുടെ അടുത്ത് പോയി. അദ്ദേഹം പരിശോധിച്ചു നോക്കി പറഞ്ഞു, 35 കാറുകളിൽ നിന്ന് ഒരെണ്ണത്തിന് മാത്രമാണ് വിലക്ക് നീങ്ങിയിരിക്കുന്നത്. ബാക്കി 34 കാറുകളുടെയും മേലുള്ള വിലക്ക് നീങ്ങുന്നത് കോടതിയുടെ വിധി അനുസരിച്ചായിരിക്കും. ആ കാർ അദ്ദേഹം വാങ്ങിയ അതേ കാറായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിൻ്റെ ഫലമായി ഇങ്ങനെ അനുഗ്രഹം ലഭിച്ചു. ഉടൻ തന്നെ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകി, അനുഗ്രഹിച്ചു. അഹമ്മദികളെ അള്ളാഹു എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് എന്നതിന് എൻ്റെ കണ്ണുകൾ നേരിട്ട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി. മാലി റീജിയനിലുള്ള സക്കോസോയിൽ നിന്നും മുബല്ലിഗ് എഴുതുന്നു, അള്ളാഹു വിചിത്രമായ രീതിയിലാണ് നവാഗതരായ അഹമ്മദികളെ പരിശീലിപ്പിക്കുന്നത്, തർബീത്ത് ചെയ്യുന്നത്, അവരെ സാമ്പത്തിക ത്യാഗത്തിലേക്ക് ആകർഷിക്കുന്നു. നഗരത്തിലെ ഒരു നവാഗതനായ മൂസ സാഹിബ് 1 മില്യൺ ഫ്രാങ്ക് സീഫ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് 5 ലക്ഷം എൻ്റെ വീടിൻ്റെ ഹിസ്സ ജായദാത്ത്, 4 ലക്ഷം വസിയത്തിൻ്റെ ചന്ത, 1 ലക്ഷം തഹരീക് ജദീദിൻ്റെയും വഖഫ് ജദീദിൻ്റെയും ഇനത്തിൽ എടുക്കുക. ഈ സംഖ്യയെക്കുറിച്ച് അദ്ദേഹത്തോട് തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലമായി ഞാൻ പല ഭൗതിക ആവശ്യങ്ങൾക്കുമായി പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഈ തുക ശേഖരിക്കുകയായിരുന്നു. എൻ്റെ മുഴുവൻ ശ്രദ്ധയും പ്രാർത്ഥനയും ഈ പദ്ധതികൾ നേടുന്നതിലായിരുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നു, ഇന്നലെ രാത്രി തഹജ്ജുദ് നമസ്കരിച്ച ശേഷം ഞാൻ കിടന്നപ്പോൾ എനിക്കൊരു സ്വപ്നം കാണുമാറായി. ഒരു വെള്ളം വസ്ത്രം ധരിച്ച 3 പേർ എൻ്റെ അടുത്ത് വന്നു. അവരിൽ ആദ്യത്തെ ആൾ എന്നോട് പറഞ്ഞു, നീ ഒരു അഹമ്മദിയല്ലേ, എന്നിട്ടും മുഴുവൻ ശ്രദ്ധയും ലൗകിക കാര്യങ്ങളിലാണല്ലോ. അള്ളാഹു എങ്ങനെയാണ് തർബീത്ത് ചെയ്യുന്നതെന്ന് നോക്കുക, പരലോകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ് താങ്കൾക്ക് ഉചിതമെന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇതുവരെ താങ്കൾ വീടിൻ്റെ ഹിസ്സ ജായദാത്ത് അടച്ചിട്ടില്ല, അതിനാൽ വീടിൻ്റെ ഓഹരി അടയ്ക്കുക. അതിനുശേഷം മൂന്നാമത്തെ ആൾ എന്നോട് പറഞ്ഞു, താങ്കളുടെ അക്കൗണ്ടിൽ 4 മില്യൺ ഉണ്ട്, അതിൻ്റെ വസിയത്ത് ചന്തയും ഉടൻ അടക്കുക. അതുകൊണ്ട് ഒരു അഹമ്മദി എന്ന നിലയിൽ
അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാർഗനിർദ്ദേശം ലഭിച്ച ശേഷം ഈ സംഖ്യ മറ്റൊരു കാര്യത്തിനായി വിനിയോഗിക്കുന്നത് എനിക്ക് ഭൂഷണമല്ല. താങ്കൾ ഈ സംഖ്യ വിവിധ ചന്ത ഇനങ്ങളിലേക്ക് എടുക്കുക. ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ആളുകളുടെ ഈമാൻ മാത്രമല്ല, പൂർവ്വകാല അഹമ്മദികളുടെയും ഈമാൻ ശക്തിപ്പെടുന്നു. പഴയ അഹമ്മദികളുടെയും ഈമാൻ ശക്തിപ്പെടുന്നു. അള്ളാഹു എങ്ങനെയാണ് ഈ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് എന്ന് നമ്മളും ചിന്തിക്കണം. എതിരാളികൾ പറയുന്നു, ഇതൊക്കെ കള്ളവാദമാണ്, കള്ളപ്രവാചകനാണിത്, കള്ള പ്രൊപ്പഗണ്ടയാണ്, പ്രചാരണമാണ്, കച്ചവടമാണ്. എന്നാൽ അള്ളാഹു ഇപ്രകാരമാണ് മാർഗനിർദ്ദേശം നൽകുന്നത്. ദൂരദേശങ്ങളിൽ ഇരിക്കുന്ന കുറച്ചു കാലം മുമ്പ് മാത്രം ബയ്യത്ത് ചെയ്ത ഒരു പക്ഷേ ഖലീഫയെ MT അല്ലാതെ ഒരിക്കലും നേരിട്ട് പോലും കാണാൻ കഴിയാത്ത ആളുകൾ പോലും വസിയത്ത് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ അവർ ജമാഅത്തിന്റെ സാഹിത്യം പൂർണ്ണമായും വായിച്ചിട്ടുണ്ടാകില്ല. മിക്കവാറും ആളുകൾ പൂർണ്ണമായും വായിച്ചിട്ടുണ്ടാകില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തായാലും വായിച്ചിരിക്കും. എന്നിട്ടും അള്ളാഹു അവരുടെ ഈമാൻ ഈ രീതിയിൽ ശക്തിപ്പെടുത്തുന്നു. അവർ ത്യാഗം ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ ത്യാഗങ്ങൾ സ്വീകരിക്കും, അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. തൽക്കാലം ഞാനതെല്ലാം വിടുകയാണ്. ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. എന്തായാലും ഈ വർഷം ജമാഅത്തിന് ലഭിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ജമാഅത്തിലെ അംഗങ്ങൾ നൽകിയ ത്യാഗങ്ങളെക്കുറിച്ചും ജമാഅത്തുകളിൽ നിന്ന് ലഭിച്ച ത്യാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെക്കുറിച്ചും ഞാനിവിടെ സംക്ഷിപ്തമായി കേൾപ്പിക്കാം. ഇതെല്ലാം വെറും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളുമാണ്. അത് എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകണം. പുതിയതായി വരുന്നവരിലും പഴയ കാല അഹമ്മദികളിലും തർബിയത്തിന്റെ കാര്യത്തിൽ അള്ളാഹു എങ്ങനെയാണ് ത്യാഗത്തിലേക്ക് ശ്രദ്ധിക്കുന്ന വികാരങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ കാണണം. എന്തായാലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വർഷത്തെ ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി തെഹ്രീക്ക് ജദീദിന്റെ 51-ാം വർഷം അവസാനിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ പുതിയ 52-ാം വർഷത്തെക്കുറിച്ചും ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. അതിവിടെ ആരംഭിച്ചിരിക്കുന്നു, ഇന്നോടെ ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന് 19.55 മില്യൺ പൗണ്ടിന്റെ ത്യാഗം സമർപ്പിക്കാൻ തൗഫീക്ക് ലഭിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 1.5 മില്യൺ 15,64,000 പൗണ്ട് കൂടുതലാണ്. മൊത്തം വരുമാനത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനിൽ ഒഴികെയുള്ള ജമാഅത്തുകൾ കണക്കാക്കുകയാണെങ്കിൽ പൊതുവിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിലവിലുള്ളത് ജർമ്മനി തന്നെയാണ്. 2-ാം സ്ഥാനത്ത് UK ആണുള്ളത്, ബ്രിട്ടൻ ആണുള്ളത്. UK ഈ വർഷം അസാധാരണമായ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ജർമ്മനിക്ക് വളരെ അടുത്തായി അവർ എത്തി. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത വർഷം ഇതേ പുരോഗതിയാണെങ്കിൽ അവർ മുന്നോട്ട് പോയേക്കാം. അതുപോലെ USA-യും അസാധാരണമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ കാനഡയും കഴിഞ്ഞ വർഷത്തേക്കാൾ അസാധാരണമായ വർധനവ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുണ്ട്, അവരും കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല വർധനവ് കാഴ്ചവെച്ചു. ഓസ്ട്രേലിയ അസാധാരണമായ വർധനവ് വരുത്തി. ഇന്തോനേഷ്യയും അതുപോലെ തന്നെയാണ്. പിന്നെ മിഡിൽ ഈസ്റ്റിലെ ജമാഅത്തുകളുണ്ട്. പിന്നെ ഘാനയുണ്ട്. ഘാനയും ഈ വർഷം ത്യാഗത്തിൽ വലിയ വർധനവ് വരുത്തി. ശ്രദ്ധേയമായ വർധനവ് വരുത്തിയവരിൽ മൗറീഷ്യസും ഹോളണ്ടും ഉൾപ്പെടുന്നു. മൊത്തത്തിലുള്ള പ്രകടനത്തിന്റെ കാര്യത്തിൽ സ്ഥാനം നേടിയിട്ടില്ലെങ്കിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ജമാഅത്തുകളിൽ ബെൽജിയം, സ്വീഡൻ, ഫ്രാൻസ്, ഹോളണ്ട്, കബാബീർ, ബംഗ്ലാദേശ്, ബുർക്കിന ഫാസോ, അവിടെ സ്ഥിതി വളരെ മോശമാണ്. ന്യൂസിലാൻഡ് ഉണ്ട്, സിയറ ലിയോൺ ഉണ്ട്, ബെനിൻ ഉണ്ട്, മാലി ഉണ്ട്. മാലിയിലും സ്ഥിതി മോശമാണ്. തീവ്രവാദികളുടെ ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകാറുണ്ട്. നൈജർ ഉണ്ട്, തുർക്കി, ജോർജിയ, മിഡിൽ ഈസ്റ്റിലെ ജമാഅത്തുകൾ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്നു. ആഫ്രിക്കയിൽ മൊത്തം വരുമാനത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ 5 ജമാഅത്തുകൾ 1-ാം സ്ഥാനത്ത് ഘാന, പിന്നെ മൗറീഷ്യസ്, പിന്നെ നൈജീരിയ, പിന്നെ ബുർക്കിന ഫാസോ, പിന്നെ ടാൻസാനിയ, കൂടാതെ മറ്റുള്ളവരുമുണ്ട്. പങ്കെടുത്തവരുടെ ആകെ എണ്ണം 17 ലക്ഷത്തോളമാണ്. ഈ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് ദഫ്തർ ഷഷമിൽ 6-ാം ലെഡ്ജറിൽ
ചേർന്നവരുടെ എണ്ണം 43,588 2 വർഷം മുമ്പാണ് 6ാമത്തെ ലെഡ്ജർ തുടങ്ങിയത്. പുതുതായി തഹരീഖ് ജദിൽ ചേരുന്നവരെ 6ാം ലെഡ്ജറിൽ ചേർക്കണമെന്നും അതിന്റെ റിപ്പോർട്ട് വക്കാലത്ത് മാൽസിലേക്ക് അയക്കണമെന്നും ജമാത്തുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജർമ്മനിയിലെ ആദ്യത്തെ 10 സ്ഥാനം നേടിയ ജമാത്തുകൾ ഇവയാണ്: റോഡ്ഗൗ, ഓസ്നബുക്ക്, പിനബർഗ്, നിഡ, ഫ്ലോർസൈം, റോഡൻമാർക്ക്, ബ്രെമൻ, ന്യൂവീഡ്, ഫ്രൈഡ്ബർഗ്, മിറ്റ്, കോബ്ലെൻസ്. അതുപോലെ തന്നെ 10 ഇമാറത്തുകൾ റീജിയനുകൾ ഇവയാണ്: ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രോസ്ഗ്രിയോ, വീസ്ബാദൻ, റെഡ്സ്റ്റെഡ്, മാൻഹൈം, ഡേസൻബാഖ്, മാർഫിൽഡൻ, വാൾഡോർഫ്, റോസൽഹൈം, ഡാംസ്ട്രാഡ്. UK-യിലെ ആദ്യ 5 റീജിയനുകൾ ഇവയാണ്: ആദ്യത്തെ സ്ഥാനത്ത് ഇസ്ലാമാബാദാണ്, പിന്നെ ബൈത്തുൽ ഫുത്തു, പിന്നെ ബൈത്തുൽ ഫസൽ, പിന്നെ ബൈത്തുൽ ഇഹ്സാൻ, പിന്നെ നോർത്ത് ഈസ്റ്റ്. വലിയ 10 ജമാത്തുകൾ ഇവയാണ്: ഇസ്ലാമാബാദ് നമ്പർ 1, പിന്നെ ആഷ്, പിന്നെ വോസ്റ്റർ പാർക്ക്, സൗത്ത് ചീം, വോൾസോൾ, ഫാർണം നോർത്ത്, ഓൾഡ് ഷോത്ത് സൗത്ത്, മസ്ജിദ് ഫസൽ, ഫാർണം സൗത്ത്, യൂവിൽ. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ചെറിയ ജമാത്തുകളുടെ പേര് പറയുകയാണെങ്കിൽ എലിമെന്റ്സ് പാർക്ക്, സ്പിൻ വാലി, ഖേത്ലി, ഫ്രണ്ട്വുഡ്, ജാമിയ UK എന്നിവയാണ്. അമേരിക്കയിലെ ആദ്യത്തെ 10 ജമാത്തുകൾ നോർത്ത് വിർജീനിയ, മേരിലാൻഡ്, ലോസ് ഏഞ്ചലസ്, സിയാറ്റൽ, ഷിക്കാഗോ, ഡാലസ്. സിലിക്കൺ വാലി, നോർത്ത് ജേഴ്സി, സൗത്ത് വിർജീനിയ, സെൻട്രൽ ജേഴ്സി, ബാൽറ്റിമോർ, ഡിട്രോയിറ്റ് എന്നിവയാണ്. കാനഡയിലെ ലോക്കൽ ഇമാരത്തുകൾ വോൺ, പിന്നെ കാൽഗറി, പിന്നെ പീസ് വില്ലേജ്, പിന്നെ വാൻകൂവർ, ടൊറന്റോ വെസ്റ്റ്, പിന്നെ ബ്രാംപ്ടൺ ഈസ്റ്റ്, മിസിസാഗ. വരുമാനത്തിന്റെ കാര്യത്തിൽ കാനഡയിലെ ശ്രദ്ധേയമായ ജമാത്തുകൾ ഹാമിൽട്ടൺ മൗണ്ടൻ, ഹാമിൽട്ടൺ, എഡ്മണ്ടൺ വെസ്റ്റ്, ഹദീഖ് അഹമ്മദ്, ഓട്ടുവ ഈസ്റ്റ്, ആട്ടുവ വെസ്റ്റ്, വിനിപെഗ്, റിജൈന, വുഡ്രൈ, യെല്ലോനൈഫ്. പാകിസ്ഥാനിൽ പൊതുവായി വരുമാനത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തുള്ളത് ലാഹോർ, 2ാം സ്ഥാനത്ത് റബുവ, 3ാം സ്ഥാനത്ത് കറാച്ചി. ജില്ലാതലത്തിൽ ഇസ്ലാമാബാദ് നമ്പർ 1, പിന്നെ ഫൈസലാബാദ്, പിന്നെ സിയാൽകോട്ട്, പിന്നെ സർഗോദ, ഉമർകോട്ട്, നാരോവാൽ, മീർപൂർ ഖാസ്, റഹീം യാർ ഖാൻ, ടോബടെക് സിംഗ്, ലേഹിയ. പാകിസ്ഥാനിലെ കൂടുതൽ ത്യാഗം ചെയ്ത നഗര ജമാത്തുകൾ ഇമാരത്ത് ടൗൺഷിപ്പ് ലാഹോർ, ഇമാരത്ത് ഡിഫൻസ് ലാഹോർ, ഇമാരത്ത് ദാർസിഖ് ലാഹോർ, ഇമാരത്ത് അല്ലാമ ഇക്ബാൽ ടൗൺ ലാഹോർ, ഇമാരത്ത് ബൈത്തുൽ ഫസൽ ഫൈസലാബാദ്, ബഹവൽ നഗർ, ക്വൈറ്റ, ബഹാവൽപൂർ, ലോദ്രാൻ, സൈവാൾ. ഇന്ത്യയിലെ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ ഇവയാണ്: കേരളം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, ജമ്മു കാശ്മീർ, കർണാടക, പഞ്ചാബ്, ബംഗാൾ, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവ. ത്യാഗത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ 10 സ്ഥാനം നേടിയ ജമാത്തുകൾ ഹൈദരാബാദ്, പിന്നെ കോയമ്പത്തൂർ, തമിഴ്നാട്, പിന്നെ കാദിയാൻ, പിന്നെ കോഴിക്കോട്, മേലപ്പാളയം, മഞ്ചേരി, ബാംഗ്ലൂർ, കേരങ്, കൊൽക്കത്ത, കരുളായി. ഓസ്ട്രേലിയയിലെ 10 ജമാത്തുകൾ ഇവയാണ്: നമ്പർ 1 മെൽബൺ, ലാങ്വാറിൻ, മെൽബൺ ബെർവിക്, മാസ്ഡൻ പാർക്ക്, പെൻറിത്ത്, മെൽബൺ വെസ്റ്റ്, കോസിൽ ഹിൽ, അഡ്ലൈഡ് വെസ്റ്റ്, മെൽബൺ ക്ലൈഡ്, പെർത്ത്, മെൽബൺ ഈസ്റ്റ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 52ാം വർഷം ആരംഭിച്ചു. ഇപ്പോൾ ഈ വർഷം 52ാം വർഷമാണ്. ദഫ്തർ അവലിന്റെ 1ാം ലെഡ്ജർ
52-ാം വർഷം അതിൻ്റെ പഴയ അക്കൗണ്ടുകൾ തുടരുന്നു. ദഫ്തർ ദോമിൻ്റെ 82-ാം വർഷം, ദഫ്തർ സോമിൻ്റെ 3-ാം ലെഡ്ജർ 61-ാം വർഷം, ദഫ്തർ ചഹാറമിൻ്റെ 4-ാം ലെഡ്ജർ 41-ാമത്തെ വർഷം, ദഫ്തർ പഞ്ചമിൻ്റെ 22-ാം വർഷം, ദഫ്തർ ഷഷമിൻ്റെ 3-ാം വർഷം ഇപ്പോൾ ആരംഭിക്കും. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പുതിയതായി ചേരുന്നവരെ ദഫ്തർ ഷഷമിൽ ഉൾപ്പെടുത്തും. ഹസരത്ത് മസീഹ് ഇസ്ലാം പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അള്ളാഹു എനിക്ക് നിങ്ങളുടെ സഹാനുഭൂതിക്ക് വേണ്ടി ഒരു യഥാർത്ഥ ആവേശം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും വർധനവിനായി ഒരു യഥാർത്ഥ ജ്ഞാനം എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ ജ്ഞാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ സജ്ജനായി നിലകൊള്ളുന്നു. നിങ്ങൾ നിങ്ങളുടെ നല്ല ധനത്തിൽ നിന്ന്, അതായത് നിങ്ങളുടെ പരിശുദ്ധമായ ധനത്തിൽ നിന്ന് നിങ്ങളുടെ ദീനി കാര്യങ്ങൾക്കായി സഹായം നൽകുക. അള്ളാഹു ഒരാൾക്ക് എത്രത്തോളം കഴിവ് നൽകിയിട്ടുണ്ടോ അത്രത്തോളം ആ മാർഗത്തിൽ മടി കാണിക്കാതിരിക്കുക. അള്ളാഹുവിനും റസൂലിനും ഉപരിയായി നിങ്ങളുടെ ധനത്തെ കണക്കാക്കരുത്. എന്നിട്ട് എനിക്ക് കഴിയുന്നിടത്തോളം അള്ളാഹുവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിട്ടുള്ള ആ അറിവുകളിലെയും അനുഗ്രഹങ്ങളെയും ഏഷ്യയിലും യൂറോപ്പിലും രാജ്യങ്ങളിൽ എൻ്റെ രചനകളുടെ ഞാൻ പ്രചരിപ്പിക്കാം, ഗ്രന്ഥങ്ങളുടെ പ്രചരിപ്പിക്കാം. അതുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി ഈ സാമ്പത്തിക ത്യാഗങ്ങൾ കാരണം ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, അറബ് രാജ്യങ്ങൾ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ദ്വീപുകൾ എന്നിവിടങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുന്നു. ഇവിടെ യൂറോപ്പിലിരിക്കുന്നവരുടെ സാമ്പത്തിക ത്യാഗങ്ങൾ മാത്രമല്ല, അവിടുത്തെ ആളുകളും ഞാൻ ഉദാഹരണങ്ങൾ നൽകിയ പോലെ സാമ്പത്തിക ത്യാഗങ്ങൾ വളരെ അധികമായി പങ്കുചേരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ നൽകി. അള്ളാഹു അവരുടെ ത്യാഗങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ധനത്തിലും ആത്മാവിലും ബർക്കത്ത് നൽകുകയും ചെയ്യട്ടെ. നമ്മുടെ ശ്രമങ്ങളിൽ അള്ളാഹു അളവറ്റ അനുഗ്രഹം നൽകുകയും അതിൽ ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകുകയും ചെയ്യട്ടെ. ഒരൊറ്റ ദൈവത്തിൻ്റെ ഭരണം, ഏക ദൈവത്തിൻ്റെ ഭരണം ലോകത്ത് സ്ഥാപിക്കപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ലോകത്ത് പാറി പറക്കുന്നതും നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ കഴിയുമാറാകട്ടെ. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.